ഈ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന് US വലിയ സ്വീകരണമാണ് നൽകിയത്. ഈ പറഞ്ഞോണം വിരുന്ന് സൽക്കാരം തന്നെ നൽകിയിരിക്കുകയാണ്. എത്ര കൊണ്ടാലും കേട്ടാലും ട്രംപ് പഠിക്കത്തില്ലേ? പഠിക്കുന്നതിൻ്റെ അല്ല, അത് ആസൂത്രിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ചോദ്യം തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. എസ് ജയശങ്കർ തന്നെ ചോദിച്ചിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭീകരവാദം എക്സ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറിനെ അവിടെ വെച്ച് സൽക്കരിക്കുന്നത്? കഴിഞ്ഞ 6 ദിവസമായിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു പാരിതോഷികമായിട്ടായിരിക്കും അവിടെ ഔദ്യോഗിക വിരുന്നിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന ശേഷമാണ് ക്ഷണിച്ചിരിക്കുന്നത്. മറുവശത്തവർ ഇറാനെ ആയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന 86 വയസ്സുള്ള മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന എലിയാണ്, ഞങ്ങളെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. 83 വയസ്സുള്ള അല്ലെങ്കിൽ 86 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്ന എന്ത് വീരേതിഹാസമാണ്! നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ കൊല്ലേണ്ടത് ആസിഫ് മുനീറിനെയാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്ററിൽ 2000-ലധികം നിരപരാധികളായ അമേരിക്കക്കാരുൾപ്പെടെയുള്ള ലോക ജനതയെ കൊന്ന ആ രാഷ്ട്രത്തിൻ്റെ പ്രതീകമായ ആസിഫ് മുനീർ, അതിന് പരിശീലനം കൊടുക്കുന്ന, അവരെ വളർത്തിയെടുക്കുന്ന, പാല് കൊടുത്ത് വളർത്തിയെടുക്കുന്ന ആസിഫ് മുനീറിനെ കൊല്ലുക എന്ന് പറയുന്നതാണ് ഭീകരവാദത്തിനെതിരെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം. അല്ലാതെ അന്ധവിശ്വാസങ്ങളുടെ തടവറയിൽ കഴിയുന്ന വയസ്സനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ കൊല്ലുക എന്ന് പറയുന്നത് വീരസ്യവുമല്ല, ശരിയുമല്ല. ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലുമെന്ന് പറയുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കൊല്ലുവാൻ മറ്റൊരു രാഷ്ട്രത്തിനും അധികാരമുണ്ട് എന്ന് പറയുകയാണ് നിങ്ങൾ. അങ്ങനെ കൊല്ലും കൊലയുമായിട്ട് പരസ്പരം രാഷ്ട്ര തലവന്മാർ കൊന്നുകഴിഞ്ഞാൽ ഈ ലോകം അസ്ഥിരതയിലേക്കാണ് പോവുക. അങ്ങനെ ഒരു അസ്ഥിരത ഉണ്ടാക്കുന്നു ആയത്തുള്ള ഖൊമൈനി എന്ന് പറഞ്ഞാണ് നിങ്ങൾ ആ രാഷ്ട്രത്തെ ആക്രമിക്കുന്നതും പശ്ചിമേഷ്യയിൽ ആകമാനം അസ്ഥിരത ഉണ്ടാക്കുന്നതും. പൊതുവെ സമാധാനത്തിൻ്റെ സൂര്യോദയം ഇസ്രായേൽ സൃഷ്ടിച്ച ഈ ഒരു ഭൂമിയിലേക്ക് നിങ്ങൾ വീണ്ടും അസ്ഥിരതയുടെ മേഘങ്ങൾ വർഷിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ മരണം വരെ യുദ്ധം ചെയ്യും എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. കൊല്ലുമെന്ന് പറഞ്ഞിട്ടും പുല്ലുപോലെ അതിനെ വകവയ്ക്കാതെ കൊണ്ട് തൻ്റെ നട്ടല് വാഴപ്പിണ്ടി കൊണ്ടുള്ള അല്ല, ഉരുക്കുകൊണ്ടുള്ളതാണ് എന്ന് 86 വയസ്സുള്ള ഈ വൃദ്ധ നേതാവ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടോ മതരാഷ്ട്രീയത്തോടോ ഒന്നും എനിക്ക് 100% യോജിപ്പില്ല. പക്ഷെ പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് കൊലപാതകം നടത്താനുള്ള അധികാരമൊന്നും അമേരിക്കക്കാരും നൽകിയിട്ടില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ലോകം മുഴുവൻ, ശരിയാണ്, ഇറാൻ ഭീകരതയുടെ ഒരു സപ്പോർട്ടറാണ്, ഹെസ്ബുള്ള ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഹൂത്തി വിമതർ, ഇവരെയെല്ലാം ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രമായി ആണ്. പണ്ട് സിറിയയെയും പിന്തുണച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഭരണം മാറി. അപ്പോൾ അതിൻ്റെ ഭീഷണി കുറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഭീഷണി കുറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്? സപ്പോർട്ടർ, ഇറാൻ ഈസ് ഓൺലി എ സപ്പോർട്ടർ ഓഫ് ടെററിസം, ബട്ട് പാകിസ്ഥാൻ ഈസ് ആൻ എക്സ്പോർട്ടർ ഓഫ് സബ് ടെററിസം. അമേരിക്കയിലെ ഏത് നേതാവിനാണ് അത് നിഷേധിക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ കോൺഗ്രസിലുള്ള ആൾക്കാർക്ക് അറിയാവുന്നത് വ്യക്തമായിട്ട്. ശശി തരൂരും സംഘവും അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം നിങ്ങൾ തന്നെ അനുഭവിച്ചതല്ലേ? ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ലോക ഭീകരനെ ഒളിപ്പിച്ചു വെച്ച അബട്ടബാദ് പാകിസ്ഥാനിലാണെന്നുള്ള ഭൂമിശാസ്ത്രം അറിയാത്തവർ അമേരിക്കയിലില്ലല്ലോ, ഭരണകൂടത്തിലില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ വെച്ച് അവിടെ അത്താഴവും കൊടുത്ത് സൽക്കരിക്കുകയും, അതായത് ഭീകരവാദികൾക്ക് പാൽ കൊടുത്ത് വളർത്തുന്ന ഒരാളിനെ അവിടെ വെച്ച് സൽക്കരിക്കുകയും മറ്റൊരാളിനെ കൊല്ലുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ അധാർമികതയുണ്ട്, നൈതികതയുടെ ഇല്ലായ്മയുണ്ട്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ആസിഫ് മുനീറിനെ പിടിച്ച് ജയിലിലെങ്കിലും വിടൂ, വിചാരണ ചെയ്യൂ. ഇന്ത്യൻ മാത്രമല്ല നമ്മൾ തെളിവ് സഹിതം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും സമർപ്പിച്ചിരുന്നു. കാരണം ഈ ഭീകരവാദികളുടെ വീട്ടിൽ നമ്മൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഭീകരവാദികളുടെ വീട്ടിൽ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് മുനീർ അടക്കം അവിടെ ചെന്നിരുന്നിട്ടുള്ള ഫോട്ടോയും വീഡിയോയും സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അമേരിക്കയ്ക്ക് US ബോധ്യപ്പെടുത്തിയിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള തീവ്രവാദി തലവനുമായിട്ട്, അത്തരത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും, തലവനുമായിട്ടുള്ള അതും എന്താണ് സ്വീകരണം, ഭക്ഷണം കഴിച്ച നല്ല അടിപൊളി ഭക്ഷണം വിരുന്നൊരുക്കിക്കൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും മോദി കുറച്ച് തിരിഞ്ഞിരിക്കുകയാണ് ട്രംപുമായിട്ട്.
ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാചകമുണ്ട്. ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു സംഘർഷം എൻ്റെ മീഡിയേഷനിലൂടെയാണ് ഒത്തുതീർപ്പായത്. അത് ഇന്ത്യ നിരസിക്കും തോറും വീണ്ടും ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ മോദി ട്രംപുമായി ഏകദേശം ഒരു നീണ്ട ഫോൺ കോളിലൂടെ സംസാരം നടത്തുകയും അതിൽ മോദി കൃത്യമായി പറയുകയും ചെയ്തു, നിങ്ങളുടെ മീഡിയേഷനിലല്ല ഞങ്ങൾ നിർത്തിയത്, നിങ്ങളുടെ മീഡിയേഷനിലല്ല ഞങ്ങൾ നിർത്തിയത് എന്നുള്ള കൃത്യമായി മോദി ധരിപ്പിച്ചിരുന്നു. എന്നിട്ട് വീണ്ടും ട്രംപ് അടുത്ത ഒരു മറുപടിയായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്, പാകിസ്ഥാനെ ഞങ്ങൾ ഫോഴ്സ് ചെയ്തു ഇത് അവസാനിപ്പിക്കണമെന്ന്. ആ ഫോഴ്സിങ്ങിലാണ് പാകിസ്ഥാൻ അവസാനിപ്പിച്ചപ്പോഴാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള യുദ്ധത്തിലേക്കുള്ള ഇത് അവസാനിപ്പിച്ചത്. ഇപ്പൊ വീണ്ടും തിരിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയും ഇതിൽ നിന്ന് ഇപ്പൊ ഇറാന്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നും ചില കാര്യങ്ങൾ ഇന്ത്യയും വിട്ടു നിൽക്കുകയാണ്. ഇത് വാസ്തവത്തിൽ അതിന്റെ ചരിത്രം എന്താന്ന് പറഞ്ഞാൽ ട്രംപിനെ കണ്ട് നേരിട്ട് മുഖത്ത് നോക്കി പറയാൻ വേണ്ടി തന്നെയാണ് മോദി അങ്ങോട്ട് പോയത്. മോദിയെ ക്ഷണിച്ചു. ഇതിനിടയ്ക്ക് കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയില് US വരണം എന്ന് ക്ഷണിച്ചു. എനിക്ക് സമയമില്ല, എനിക്ക് അടുത്ത ഇതിലേക്ക് എനിക്ക് പോകാനുണ്ട് എന്നാണ് മോദി നിങ്ങൾ ആസിഫ് മുനീറിനെ വിളിച്ച് സൽക്കരിച്ചോളൂ, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ നോക്കിക്കോളാം, അമേരിക്കയുടെ സഹായമൊന്നും വേണ്ട, പാകിസ്ഥാനെ എങ്ങനെ തീർക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇനിയൊരു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്ന സീസ് ഫയർ ഒന്നും വന്നിട്ടുമില്ല, ഇനിയൊരു ആക്രമണം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നു. ഒരു ഭീകരാക്രമണം നടന്നാൽ പാകിസ്ഥാനെ തകർക്കും, ഇറാനെ തകർക്കുന്ന പോലെ അധിക ദിവസങ്ങളൊന്നും വേണ്ട, അതിന് കേവലം 2-3 ദിവസം മതി. ഓപ്പറേഷൻ സിന്ദൂറിനെ എടുത്തതുപോലെ 3 ദിവസം കൊണ്ട് തീർത്ത് കളയും. നിങ്ങളെന്താ അമേരിക്ക എന്താ വലിയ വെല്ലുവിളി നടത്തിയല്ലോ, ഇപ്പം തീർത്ത് കളയും, ഇറാനെ ഇപ്പം നശിപ്പിച്ച് കളയും, ഞങ്ങളെല്ലാ ശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കും. എന്താ അനങ്ങാൻ പറ്റാത്തത്? അനങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും. 20 ഗൾഫ് മേഖലയിലെ 20 രാജ്യങ്ങളാണ് ഇറാനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. സോവിയറ്റ് റഷ്യ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയുമായിട്ട് വന്നിരിക്കുകയാണ്. അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇയാളെ കൊന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ നേതൃത്വം എന്ന് പറയുന്നത് അവിടെ തീരും, ഇടിഞ്ഞു തകരും, ഗോപുരം തകരുന്നത് പോലെ തകരും. നിങ്ങളുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നില്ലേ, അതുപോലെ തന്നെ തകരും. അതവർക്കറിയാം. അതാണ് പേടിച്ചറച്ച് നിൽക്കുകയാണ് അമേരിക്ക, പേടിച്ചറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ ട്രംപിനെ കാണാൻ പറ്റിയില്ല. ട്രംപ് മോദി വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു പേടിച്ചോടിയാണെന്ന്. നല്ലത് കിട്ടുമെന്നറിയാം, അതുകൊണ്ട് പേടിച്ച് അവിടെ നിന്ന് തിരിച്ചോടി. എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ടെന്ന് മോദി അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ വിട്ടില്ല. മോദി ഫോണി വിളിച്ച് പറഞ്ഞു, മര്യാദയ്ക്കിരുന്നോണം, ഇനി ഇതുമാതിരിയുള്ള അവകാശവാദങ്ങളൊന്നും നടത്തിക്കൊണ്ടിരുന്നത് നിങ്ങളൊന്നും അല്ല ഇവിടെ സമാധാനം ഉണ്ടാക്കിയത്. ആ വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഇനി വരുന്നത് ഞാൻ കേട്ട് കുറച്ച് മടുത്തു, ഇനി മിണ്ടിപ്പോരുത്. ചിലപ്പോൾ സാറ് പറയുന്നത് ഇതേ ട്യൂണിലായിരിക്കാം പറഞ്ഞത്, പക്ഷെ പുറത്തെ ഭാഷയും ഭാവവും ഒക്കെ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതെ, പറയാൻ മടിക്കില്ല മോദി, അത് പറയാൻ മടിക്കില്ല. പറയേണ്ടവരോട് അല്ല, രാഹുൽ ഗാന്ധിയെ പോലല്ല, ഇവിടെ ഇന്ത്യക്കാരെ ചീത്ത വിളിച്ചുകൊണ്ടല്ല നടക്കുന്നത്. രാഷ്ട്ര താല്പര്യം, അതിനുവേണ്ടി പറയേണ്ടവരോട് പറയേണ്ട ഭാഷയിൽ തന്നെ പറയും. ആയുധത്തിൻ്റെ ഭാഷയിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതാണ് പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞത്. അതിനുവേണ്ടി ടെക്നോളജി ഒരുക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, ഈ പുതിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല കേട്ടോ. അതുപോലെ തന്നെ സെലൻസ്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല. ഇത് പറയാൻ ധൈര്യമുള്ള വേറെ ഏത് ലോക നേതാവുണ്ട്? ട്രംപിനുണ്ടോ ഈ ധൈര്യം? ട്രംപിനുണ്ടോ? ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാലേ തൂങ്ങി, ഇസ്രായേലിൻ്റെ വാലേ തൂങ്ങി നടക്കുക അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾ ആണുങ്ങളായ വാക്ക് പറഞ്ഞാൽ പാലിക്കണം, അതല്ലേ വേണ്ടത്. ഇവിടെ നിങ്ങൾ ആക്രമിച്ച് ഇപ്പോൾ ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞ് എന്ത് കുന്തം ചെയ്തു? ഒരു കുന്തവും ചെയ്തിട്ടില്ല. ആണവ ശക്തി ഇൻടാക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ട്. അത് ഫോർദോ മലനിരകളിൽ അടിയിലാണ്, 200 മീറ്റർ താഴത്തിൽ അവർക്കുണ്ട്. 83% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. ഒരു കുന്തവും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. നോർത്ത് കൊറിയ, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളൊക്കെ ചെയ്ത പാവമല്ല ഒരു പാവം ഇറാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മിസൈൽ വന്ന് പതിക്കുന്നത് നിങ്ങളുടെ ഗൾഫ് മേഖലയിലെ നിങ്ങളുടെ സൈനിക താവളങ്ങളുണ്ടല്ലോ അവിടെ ആയിരിക്കും. അവിടെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ വിവരം അറിയാം. അതുകൊണ്ട് അമ്മാതിരിയുള്ള വാചകക്കാസർത്തൊന്നും വേണ്ട. നിങ്ങൾ അവിടെ ആസിഫ് മുനീറിനെ വിളിച്ച് സൽക്കരിച്ച് ഊട്ടുക. അതിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യം കാണത്തില്ല? അല്ല, ചോദിച്ചല്ലോ, നമ്മൾ അവരുടെ സൈനിക മേധാവിയോട് ചോദിച്ചു എന്തുകൊണ്ട്. വി ആർ പാർട്ട്നേഴ്സ് ഇൻ ഫൈറ്റ് എഗൻസ്റ്റ് ടെററിസം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കള്ളനെ കാവലേൽപ്പിക്കുക, അതാണ് അവരുടെ പരിപാടി. അവർക്ക് മറ്റൊന്നുമല്ല, ഈ അഫ്ഗാനിസ്ഥാനിലെ ഭീകരരെ പേടിയാണ്. അതിന് പാകിസ്ഥാനോട് താങ്ങായിട്ട് സഹായമായിട്ട് വേണം. ആത്മവിശ്വാസക്കുറവ് അമേരിക്കയുടെ, അതുകൊണ്ടാണ് പാകിസ്ഥാനെ വെച്ച് സൽക്കരിക്കുന്നത്. തന്നെയാണ് അവിടെ സുന്നി മുസ്ലിങ്ങളാണ്. അറബ് ലോകത്ത് കൂടുതലുള്ളത് സുന്നി മുസ്ലിങ്ങളാണ്. ഇനി അവരെങ്ങാനും പിണങ്ങിപ്പോയാൽ അമേരിക്കയുടെ പെട്രോൾ സപ്ലൈ ചെയിൻ അങ്ങ് നഷ്ടപ്പെടും. ഇതൊക്കെയുള്ള പേടിയാണ്. പിന്നെ അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് അതിനേക്കാൾ ഉറ്റ സൗഹൃദം പുലർത്തിക്കൊണ്ടിരിക്കുന്ന
പാകിസ്ഥാനെയാണ് ഇവർ പരിരംഭണം ചെയ്തിരിക്കുന്നത്. ആണ്. അപ്പോൾ ചൈനയുടെയും പിന്നെ തോഴൻ, എനിക്ക് തോന്നുന്നു അമേരിക്ക അച്ഛനും ചൈന അമ്മയുമായിട്ടുള്ള ഒരു ശിശുവാണ്, തൊട്ടിലിട്ട് ആട്ടുക രണ്ടും കൂടെ, ഭീകരവാദം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലേ ഏറ്റവും വലിയ ഭീകരവാദം? ഇത് അല്ലേ ഏറ്റവും വലിയ ഇൻസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന അസ്ഥിരത സൃഷ്ടിക്കാൻ? അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്.